യാത്രാക്കൂലിയുടെ വർധനയുടെ ഭാഗമായി ഹജ്ജ് തീർത്ഥാടകർക്ക് അധികമായി 10,000 രൂപ അടയ്ക്കണം. 30,000-ഓളം രൂപ അധികമായി ആവശ്യപ്പെട്ട വിമാന കമ്പനികളുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് തീരുമാനം. മെയ് 15-നകം തുക അടയ്ക്കണം. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് സമയം നീട്ടി നൽകും എന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത്. മുഹമ്മദ് അസ്ലം ചേരുകയാണ് വിവരങ്ങളുമായി. അസ്ലം, പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യതയ്ക്ക് പിന്നാലെ വിമാന യാത്രയ്ക്ക് വലിയ തോതിൽ ചെലവ് കൂടിയിരുന്നു. ഇപ്പോൾ 30,000 രൂപ കൂടുതൽ വേണം എന്നുള്ളതാണ് വിമാന കമ്പനികൾ ആവശ്യപ്പെട്ടത്. അതിപ്പോൾ 10,000-ലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതൊരു ആശ്വാസമാണ്. പക്ഷേ എന്നാൽ പോലും 10,000 എന്നുള്ളതൊരു വലിയ തുക കൂടിയാണ്. അസ്ലം, തീർച്ചയായും പശ്ചിമേഷ്യയിലെ യുദ്ധം എല്ലാ തലത്തിലും ബാധിച്ചിരിക്കുന്നു. അതിൽ ഹജ്ജ് യാത്രക്കാരെ കൂടി ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. നേരത്തെ തന്നെ വലിയ തുക നൽകേണ്ടി വരുമെന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. $300 ആദ്യഘട്ടത്തിൽ 250, പിന്നീട് സർക്കാരുമായിട്ടുള്ള ചർച്ചയിലേക്ക് എത്തിയപ്പോൾ $300 നിലവിലെ അവസ്ഥയിൽ വേണം. പ്രത്യേകിച്ച് ഹോർമുസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയവും അതോടൊപ്പം തന്നെ വിമാന കമ്പനികൾ, കരാറിലേർപ്പെട്ട വിമാന കമ്പനികളുമായി നടത്തിയ ചർച്ചയിലൊടുവിലാണ് $100 എന്നതിലേക്ക് എത്തുകയും അതിൻ്റെ GST ഉൾപ്പെടെയായിട്ട് 10,000 രൂപ ഓരോ തീർത്ഥാടകനും അധികമായി അടയ്ക്കണമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി മെയ് 15 വരെയാണ് ഇതിന് സമയം നൽകിയിരിക്കുന്നത്. ഇനി മെയ് 15 കഴിഞ്ഞും അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ആർക്കെങ്കിലും അടയ്ക്കാൻ കഴിഞ്ഞെങ്കിൽ അവരുടെ യാത്ര റദ്ദാവില്ല. അവർക്ക് യാത്ര നടത്താം. അതിനുശേഷം പ്രത്യേക അനുമതി വാങ്ങിക്കൊണ്ട് അവർക്ക് പിന്നീട് തുക അടയ്ക്കാവുന്നതാണെന്നും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. കാരണം നേരത്തെ തന്നെ തുക അടച്ച് യാത്ര ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതാണ്. അവർക്ക് ഹജ്ജ് തീർത്ഥാടനം മുടങ്ങാത്ത രീതിയിലുള്ള ക്രമീകരണം നടത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ സ്വകാര്യ ഹജ്ജ് തീർത്ഥാടകർക്ക് പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ 25,000 രൂപയ്ക്ക് നൽകേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയിലെ യുദ്ധം, അതോടൊപ്പം തന്നെ അതുണ്ടാക്കിയ വിമാനക്കൂലിയിലെ വർധനവ് എന്തായാലും ഹജ്ജ് തീർത്ഥാടകരെ ബാധിച്ചിരിക്കുന്നു. ഓരോ തീർത്ഥാടകനും 10,000 രൂപ അധികം ചെലവാകുന്ന അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്.